ഇന്ന് ഈ മസാല ഓംലെറ്റ് എപ്പോഴും ഒരേമാതിരി ഓംലെറ്റ് ഉണ്ടാക്കില്ലേ നമ്മൾ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു മസാല ഓംലെറ്റാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നല്ലൊരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട അടിച്ചു ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ നല്ലോണം അടിക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഉള്ളിയുടെ ചെറിയൊരു ഭാഗം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ അടിക്കും. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിൽ എണ്ണ ഒഴിക്കുകയാണ്. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിയിട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേർക്കുന്നതാണ് ബാക്കി. ഇത് ചെറിയ ഉള്ളിയാണ്. വലിയ ഉള്ളി തന്നെ ഇടാവാണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. കൂടെ തന്നെ വലിയ എരിവില്ലാത്തൊരു പച്ചമുളകാണ്. സോട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ലേശം മുളക് പൊടി ചേർക്കുക, കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുക, എന്നിട്ട് കുറച്ച് ഗരം മസാല ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് പച്ചമണം പോണ വരെ വഴറ്റുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. പച്ചമണം പോണ വരെ ഇതാണ് മസാല ഓംലെറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇതിലേക്ക് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അടിച്ച് കുറച്ചൊന്ന് ഉള്ളിട്ട് ചേർത്തിട്ട് ഞാൻ ഇപ്പം ഞാൻ ഈ അടിച്ച് വെച്ച മുട്ട ഇതിനെല്ലാം ഒന്ന് ഞാൻ കൂട്ടി ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നന്നായിട്ട് ചുറ്റിയിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഈ പാൻ്റെ ഈ കയ്യിൽ കൊണ്ട് ഒന്നിങ്ങനെ എല്ലാവരും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ മുട്ട ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം ഇതിനെ മൂടി തുറന്നിട്ട് ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് എന്നിട്ട് ഇപ്പം ഞാൻ ഈ മുട്ട ഒന്നങ്ങനെ മറിച്ചു കേട്ടോ. ഇപ്പം നല്ല മുട്ട മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എന്താ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഇത് ചോറും ഇത് മാത്രം മതി കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഒന്ന് ആക്കട്ടെ. ഇപ്പം എൻ്റെ മസാല ഓംലെറ്റ് റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.